സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇന്ന് സ്ലീഹാ കാലം 2-ാം ഞായറാഴ്ചയാണ്. കരുണയുടെ മഹാസാഗരത്തിന് മുമ്പിൽ പാപിനിയായ ഒരുവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ചിത്രമാണ് ലൂക്കാ സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. നമുക്ക് ഉറപ്പാണ്, ഈ ഫരിസേയൻ ജെറുസലേമിലുള്ള ഫരിസേയനല്ല. ജെറുസലേമിലെ ഫരിസേയരൊക്കെ കഠിന ഹൃദയരായിരുന്നു. എന്നാൽ ഈ ഫരിസേയൻ ഗലീലിയിലെ ഫരിസേയനായിരിക്കാം. അവരല്പം കൂടെ വിശാല ഹൃദയമുള്ളവരായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഭക്ഷണത്തിന് ഈശോ വരുന്നു എന്നറിഞ്ഞിട്ട് തുടർന്നുള്ള ഭാഗം ഇങ്ങനെയാണ്: യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയന്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധതൈലവുമായി അവിടെ ചെന്നു. നോക്കുക, ഈശോ ഉണ്ട് എന്നറിഞ്ഞിട്ട് സമൂഹം പുറന്തള്ളിയിരിക്കുന്ന, സമൂഹം ആക്ഷേപിക്കുന്ന ഒരുവൾ ഈശോ സംരക്ഷിക്കും എന്ന ഉറച്ച ബോധ്യത്തിൽ വരികയാണ്. നമ്മുടെ മുമ്പിൽ ഉള്ള ചോദ്യം ഇതാണ്: നിരാലംബരായിട്ടുള്ള ആളുകൾ, സമൂഹം ആക്ഷേപിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് നമ്മളെ ആശ്രയിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ അവരുടെ രക്ഷകരാകും എന്നുള്ള തോന്നൽ അവർക്കുണ്ടാകുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നത്, കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു കോളേജിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു വിദ്യാർത്ഥി പറഞ്ഞ കാര്യമാണ്. ആ പുറത്തു പോകുന്ന ആ ചടങ്ങിൻ്റെ സമയത്ത് അവനിങ്ങനെ പ്രസംഗിക്കുകയാണ് ആ കോളേജിലെ ഒരു അധ്യാപകനെ കുറിച്ച്: ഞാൻ എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഓടിച്ചെന്നിരുന്നത് ഈ അധ്യാപകന്റെ മുറിയിലേക്കാണ്. ചില സമയത്ത് അധ്യാപകൻ അവിടെ ഇല്ല എന്നെനിക്ക് ഉറപ്പുള്ളൊക്കെ പോലും വെറുതെ ആ മുറിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് വലിയ ആശ്വാസമായിരുന്നത്രേ. എത്രയോ ഹൃദയ നിറഞ്ഞിട്ടുള്ള ഒരു പ്രതികരണമാണ്, ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു അത്. ഇവിടെ ഈശോയെ അല്ലെങ്കിൽ പാപിനിയെ പുറത്തു കണ്ടാൽ ആക്ഷേപിക്കുകയോ കല്ലെറിയുകയോ ചെയ്യുമായിരുന്നു. പരസ്യമായിട്ട് പ്രത്യക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു. അപ്പോഴാണ് ഈ ചടങ്ങിലേക്ക് അവൾ ചെല്ലുന്നത്. കാരണം എല്ലാവരും അവളെ എതിർക്കും, പക്ഷെ അവളുടെ സംരക്ഷിക്കാൻ ഒരാളുണ്ട് എന്ന് പൂർണ്ണ ബോധ്യത്തോടുകൂടി അവൾ എത്തുകയാണ്. എന്നിട്ട് ഈശോയുടെ അടുത്ത് അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നു, അവളുടെ സുഗന്ധതൈലം, ആ ഭരണിയിലെ സുഗന്ധതൈലം കൊണ്ട് കാല് കഴുകുകയും ചുംബിക്കുകയും എല്ലാം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കൊരു കാര്യം പൂർണ്ണമായും മനസ്സിലാകുന്ന ഇതാണ്: ഇവള് വെൽഭരണി നിറയെ സുഗന്ധതൈലവുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പാരിതോഷികമാണ്. ഇവളുടെ പാപങ്ങൾ ഈശോ ക്ഷമിച്ചത് കൊണ്ടാണ് അവൾ വന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ സൂചന പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ. അപ്പോൾ അവൾ പാപിനിയായിരുന്നു, അവളുടെ കടങ്ങൾ ഈശോ പുറത്തിരുന്നു. അതുകൊണ്ടാണ് ഈശോ പിന്നീട് പറയുന്നത്, ഒരുപാട് കടങ്ങൾ ക്ഷമിച്ചവന് ആ ഉദാഹരണം ഈശോ പറയുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഇവിടെ മുമ്പോട്ട് വരുമ്പോൾ ഒരു ചോദ്യം ഇതാണ്: ഫരിസേയൻ, ഇത് കണ്ടിട്ടുള്ള ഒരു ഫരിസേയൻ, ആ ഫരിസേയൻ പറയാണ്, ഇവൾ ഒരു പാപിയാണെന്ന് അറിയത്തില്ലേ? ഇവന് ഒരു പ്രവാചകനാകുന്നത് എങ്ങനെ? ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നെങ്കിലോ, നമ്മുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകും എന്ന് നമുക്ക് ഉറപ്പുള്ളപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ പെട്ടെന്ന് ആ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ നോക്കുകയുള്ളൂ. നമ്മൾ കൂടെ നിർത്തിയിരിക്കുന്ന ഒരാൾ ഏതെങ്കിലും തരത്തിൽ കുറവുള്ളവരാണെന്ന് മറ്റുള്ളവർ ആക്ഷേപിച്ചാൽ നമ്മൾ ഉടനെ കൈ കഴുകുകയല്ലേ ചെയ്യുള്ളൂ. നമ്മൾ പീലാത്തോസിന്റെ റോളിലേക്ക് മാറുകയല്ലേ ചെയ്യുള്ളൂ. നമ്മൾ ഈശോയുടെ റോളിൽ നിൽക്കാൻ ശ്രമിക്കുക. ഞാൻ ഓർക്കുന്നത്, ഒരു കോളേജിൽ ഒരിക്കൽ ഒരു അഡ്മിഷന് ഒരു കുട്ടി വരികയാണ്. പിന്നീടാണ് അറിയുന്നത് ആ കുട്ടി അല്പം മാനസിക പ്രശ്നമുണ്ട്. അറിഞ്ഞ ക്ഷണത്തിൽ ആ അഡ്മിഷൻ പിന്നീട് ഉള്ള പ്രോസസ്സ് മുഴുവൻ കട്ട് ചെയ്ത് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം അതാണ് ഈശോയുടെ സ്വഭാവവും ഫരിസേയന്റെ സ്വഭാവവും നമ്മൾ വ്യത്യാസം. നമ്മൾ എത്രമാത്രം ദൈവികരാകുന്നു എന്നതിൻ്റെ ലക്ഷണം കൂടിയാണ്. നമുക്ക് കുറവുള്ളവരെയും ഇല്ലാത്തവരെയും ഒക്കെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ദൈവികരായിട്ട് മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ സ്ത്രീ പാദം കണ്ണീര് കൊണ്ട് കഴുകി തുടയ്ക്കുക, തലമുടി കൊണ്ട് തുടയ്ക്കുകയാണ്. ഇവിടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ആത്മീയ ഹൈന്ദവ ആചാര്യൻ എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കാര്യം കൂടെ
ഈ ഭാഗത്തോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ ഈ സന്ദർഭത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഞാനായിരുന്നെങ്കിൽ, എൻ്റെ മുമ്പിലാണ് ക്രിസ്തു ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ ഞാൻ കണ്ണീര് കൊണ്ടല്ല അവൻ്റെ പാദം കഴുകുന്നത്, എൻ്റെ ഹൃദയ രക്തം കൊണ്ട് അവൻ്റെ പാദം ഞാൻ കഴുകുമായിരുന്നു എന്ന് പറയുന്നു. നമുക്ക് മറ്റ് പ്രായോഗിക പാഠങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രിയപ്പെട്ടവരെ. ഒന്നാമത്തെ ചോദ്യം ഇത് തന്നെയാണ്: നമ്മൾ കുറവുകളെ പരിഹരിക്കുന്നവരാണോ അതോ കുറവുകളെ കുറിച്ച് വ്യാകുലപ്പെടുന്നവരാണോ? ശമയോൻ ഇവളൊരു പാപിയാണല്ലോ എന്ന് കരുതി വ്യാകുലപ്പെടുകയാണ്. ഈ സമൂഹത്തിൽ അവൾ വന്നല്ലോ എന്ന് കരുതി അവള് ശമയോൻ പര്യാകുലനാവുകയാണ്. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരാണോ? പര്യാകുലരാകുന്നവരാണോ അതോ പരിഹരിക്കുന്നവരാണോ? ഒരിക്കൽ ഒരു നല്ല ഒരു ചിത്രകാരൻ ഒരു പടം വരച്ചു. ആ ചിത്രകാരൻ പടം വരച്ചിട്ട് ആ ചിത്രകാരനെ പഠിപ്പിച്ച ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഗുരു പറഞ്ഞു, ഇത് കൊണ്ടുപോയി പട്ടണത്തിൽ പ്രദർശിപ്പിക്കുക, എന്നിട്ട് നിന്റെ ഈ ചിത്രത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് പരിശോധിക്കുക, അതിൻ്റെ താഴെ എഴുതി വെക്കുക, കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ രേഖപ്പെടുത്തുക, അങ്ങനെ നിനക്ക് കൂടുതൽ പൂർണ്ണനാകാമല്ലോ. അങ്ങനെ അവൻ കൊണ്ടുപോയി ഈ ടൗണിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നീട് കുറേ സമയം കഴിഞ്ഞ് അവൻ നോക്കുമ്പോൾ അവൻ്റെ പടം തന്നെ ഇല്ലാതെ പോയിരിക്കുന്നു. നിറച്ച് കുറവുകൾ ആളുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. വളരെയധികം ദുഃഖിതനായി ഗുരുവിൻ്റെ അടുത്തേക്ക് ഈ ചിത്രകാരൻ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഗുരു, ഇതാണ് ഞാൻ, അങ്ങേയറ്റം ഞാൻ നിരാശനായിരിക്കുന്നു, എൻ്റെ ചിത്രത്തിൽ മുഴുവൻ കുറവുകൾ എല്ലാവരും കണ്ടെത്തിയിരിക്കുന്നു. അപ്പം ഗുരു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ഒരു കാര്യം ചെയ്യൂ, ഇതേ ചിത്രം തന്നെ ഒന്നുകൂടെ വരയ്ക്കൂ, വരച്ചതിന് ശേഷം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ എഴുതൂ, ഈ ചിത്രത്തിലെ കുറവുകൾ പരിഹരിക്കുക. അങ്ങനെ ബോർഡ് വെച്ചു. പക്ഷേ ഒരു എഴുത്ത് പോലും അവിടെ ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കുറവുകൾ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്, അത് പരിഹരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നമ്മൾ ഇരുളടഞ്ഞ് നിൽക്കുന്ന ജീവിതങ്ങളിൽ പ്രകാശം വരുത്തുന്നവരാണോ? പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിൽ ഇരുള് വീണ് നിന്ന ആളാണ്. അവിടേക്ക് ഈശോ പ്രകാശമായിട്ട് ചെല്ലുകയാണ്. അവിടെ മുഴുവൻ സുഗന്ധ പരിമളമുണ്ടായി എന്ന് പറയുമ്പോൾ ഈശോ പരത്തിയ ഒരു സുഗന്ധത്തിന്റെ പരിമളം കൂടെ അവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നത് കുറെ നാളുകൾക്ക് മുമ്പ് വായിച്ച ഒരു പുസ്തകത്തിൽ മദർ തെരേസയെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. മദർ തെരേസ ഓസ്ട്രിയയിലെ ഒരു സ്ഥലത്ത് ഏതോ ഒരു സമയത്ത് ചെല്ലുകയാണ്. അവിടെ എന്നിട്ട് ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ അല്പം മാനസിക പ്രശ്നമുള്ള ഒരു മനുഷ്യനുണ്ട്. ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആ വീട് മുഴുവനാകും മോശമായി കിടക്കുന്നു, അതിൻ്റെ അകത്ത് ചുക്രികളും എല്ലാം കിടക്കുകയാണ്. മദർ തെരേസയും സിസ്റ്റേഴ്സും എല്ലാം കൂടെ അത് നല്ലപോലെ അടിച്ച് വൃത്തിയാക്കി തൂത്ത് വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരു വിളക്ക് കിട്ടുകയാണ്. മദർ തെരേസ ആ വിളക്കെടുത്ത് അതിൽ എണ്ണ നിറച്ച് കത്തിച്ച് പീഠത്തിന്മേൽ വെച്ച് എന്നിട്ട് പോവുകയാണ്. കാലങ്ങൾ കഴിയുമ്പോൾ മദർ തെരേസയ്ക്ക് ഒരു ലെറ്റർ കിട്ടുകയാണ്. ഇത് ഈ ഓസ്ട്രിയയിലെ ഈ ഭവനത്തിൽ നിന്നാണ്. ഈ ഭവനത്തിൽ നിന്ന് ആ മനുഷ്യൻ ആ ലെറ്ററിൽ എഴുതിയിരിക്കുകയാണ്. ആ വാചകം ഇതാണ്: അമ്മ തെളിച്ച വിളക്ക് ഇപ്പോഴും കെടാതെ നിൽക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം. അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന സന്ദേശം. സുവിശേഷം ലോകത്തിന് നൽകിയ, ഈശോ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്നാണിത്. പാപികളായിട്ടുള്ളവർക്ക് തിരിച്ചുവരവുണ്ട്. അത് പഴയ നിയമത്തിലെ കരുണയുടെ ചിത്രം ഈശോ തിരിച്ചു കൊണ്ടുവരികയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നുണ്ട്. 3-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, ആദവും ഹവ്വയും പാപം ചെയ്തു കഴിഞ്ഞ് അവര് വളരെയധികം വ്യസനിച്ച് മറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ ആ ബൈബിൾ ഭാഗം പറയുന്ന ഇതാണ്: ദൈവമായ കർത്താവ് തോലുകണ്ടുടയാടെ ഉണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. നോക്കുക, ദൈവത്തിന്റെ കരുണാർദ്രമായിട്ടുള്ള ആ പ്രവൃത്തി നോക്കുക. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നുണ്ട് കൊലപാതകിയായ കായേൻ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ വചനത്തിലുണ്ട്. അവിടെ അവൻ കൊലപാതകം ചെയ്തതിന് ശേഷം കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കൂ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നു, കായേനെ കൊല്ലാതിരിക്കാൻ ദൈവമായ കർത്താവ് അവന്റെ മേൽ ഒരു മുദ്ര പതിച്ചു. അപ്പോൾ ആ കരുണയുടെ ഒരു സന്ദേശത്തെയാണ് ഈശോ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇനി മുതൽ പാപികളായിട്ടുള്ളവർക്ക് അഗാധമായി പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് കണ്ണീരൊഴുക്കിയാൽ തിരിച്ചുവരവുണ്ട് എന്ന് ഈശോ പറയാണ്. ആ കാലത്ത് തിരിച്ചുവരവുള്ള പാപികളായിട്ടുള്ളവർ വധിക്കപ്പെടുകയും സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അബദ്ധത്തിലാണെങ്കിൽ പോലും തെറ്റുകൾ പറ്റിപ്പോയ ആളുകളെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടുന്ന കാലത്താണ് ഈശോ പറയുന്നത് എല്ലാ കണ്ണീരൊഴുക്കുന്ന പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചുവരവുണ്ട്. അങ്ങനെ ഒരു തിരിച്ചുവരവിലേക്ക് ഈ പാപിനിയെ ക്ഷണിക്കുക. സുവിശേഷത്തിന്റെ മഹത്തായ സന്ദേശം അതാണ്.
അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ യുവജനങ്ങളോട് പറയുന്നത്, ഈവൻ ഇഫ് യു ഗോ എസ്ട്രേ, ജീസസ് വിൽ കം ബാക്ക് ടു, ജീസസ് വിൽ ഫോളോ യു. ജീസസ് ഹാസ് എംബ്രേസ്ഡ് പീറ്റർ നോട്ട് ബിഫോർ ഹിസ് ഡിനയൽ ബട്ട് ആഫ്റ്റർ ഹിസ് ഡിനയൽ. അതുകൊണ്ട് ധൈര്യമായിട്ട് മിശിഹാ തമ്പുരാന്റെ അടുത്തേക്ക് നിങ്ങൾ വരൂ. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാവുന്ന ഒരു ന്യായാധിപനുണ്ട്, ആ ന്യായാധിപന്റെ പക്കലേക്ക് വരൂ എന്നുള്ള ആ ശക്തമായ സന്ദേശം നമ്മളെല്ലാ മനുഷ്യരിലേക്കും ഇന്ന് കൊടുക്കേണ്ടത് കൂടെ ഉള്ള കാലഘട്ടമാണെന്ന് നമുക്ക് ഓർക്കാം. എനിക്ക് കുറവുകളുണ്ട്, അതുകൊണ്ട് എനിക്ക് SMIയിലും KCMയിലും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന യുവജനങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ കൊണ്ടുവന്ന് കൂടുതലായിട്ട് നല്ലവരായിട്ട് മാറ്റാനായും കൂടെ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവരിലേക്കും കൊടുക്കുന്ന ശക്തമായിട്ടുള്ള സ്നേഹത്തിന്റെ, കരുണയുടെ സന്ദേശം ഈ സുവിശേഷ ഭാവം ഉൾക്കൊള്ളുന്നു. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. Subscribe now and press the bell icon. Never miss an update.